നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഡോക്യുമെന്റ്സ് കാണുന്നില്ലേ? അതെടുക്കാതെയാണോ നിങ്ങൾ വന്നത്? അല്ല, അത് വിശാൽ സാർ എനിക്കെടുത്ത് തന്നതാ. അതും കൊണ്ടാ ഞങ്ങൾ വന്നത്. പിന്നെ അത് എവിടെ പോയി? അറിയില്ല. അറിയില്ലെന്നോ? ആ ഡോക്യുമെന്റ്സ് ഈ ബാഗിൽ ഉണ്ടായിരുന്നതാ. ഇനി കാറിൽ എവിടെയെങ്കിലും വീണുപോയോ? ഇല്ല. അതെടുക്കാതെ ഒരു രക്ഷയില്ല. അതിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ? അത് കോടതിയിൽ സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ വിശാൽ നിരപരാധിയാണെന്ന് തെളിയിക്കാനാവില്ല. അതും 2 മണിക്കൂറിനുള്ളിൽ സബ്മിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ പരാജയപ്പെടും. വിശാൽ എവിടെയായിരുന്നാലും പോലീസ് വിശാലിനെ കണ്ടെത്തി അറസ്റ്റ് ചെയ്തിരിക്കും. സാർ, ആ ഡോക്യുമെന്റ്സ് എങ്ങനെയെങ്കിലും കണ്ടെത്തി സാർ ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ ഞാൻ എത്തിക്കാം. അതിന് രേഖ എവിടെയാണ് നഷ്ടപ്പെട്ടതെന്ന് പാർവതിക്ക് അറിയൂ? അറിയില്ല. അതറിയാതെ എവിടെ നീ ഡോക്യുമെന്റ്സ് കണ്ടെത്തും? എങ്ങനെ അത് ഇവിടം വരെ എത്തിക്കും? അതിനിപ്പോ ആരെങ്കിലും ആസൂത്രണം ചെയ്ത് ഡോക്യുമെന്റ്സ് തട്ടിയെടുത്തതാണെങ്കിലോ? അതിനുള്ള ചാൻസ് ഒന്നും കാണുന്നില്ല. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ഓർമ്മിക്കണം. ഈ കേസിൽ നമ്മൾ നിരവധി അവധികൾ വാങ്ങിയതിനാലും കാലതാമസം വരുത്തിയതിനാലും വിശാലിന് മുൻകൂർ ജാമ്യം പോലും ലഭിക്കുകയില്ല. ഡോക്യുമെന്റ്സ് ഹാജരാക്കിയില്ലെങ്കിൽ ജയിലിൽ പോവുകയേ മാർഗമുള്ളൂ. ആ വക്കീലെ പറയൂ. വിശാലെ, എന്തായി സംഭവിക്കുന്നത്? എന്താ ഇവിടെ നടക്കുന്നത്? എന്തു പറ്റി വക്കീലെ? ആ ഡോക്യുമെന്റ് ഇതുവരെ ഇവിടെ എത്തിയില്ല. എത്തിയില്ലെന്നോ? അത് ഞാൻ പാർവതിയുടെ കയ്യില് കൊടുത്തേച്ചാണല്ലോ. എന്നാൽ അത് പാർവതിയുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. നഷ്ടപ്പെട്ടെന്നോ? എങ്ങനെ നഷ്ടപ്പെട്ടു? അതൊന്നും എനിക്കറിയില്ല. എങ്ങനെ എവിടെ വെച്ച് നഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചിട്ട് അതിന് പാർവതിക്കൊരു ഉത്തരവുമില്ല. ആ ഡോക്യുമെന്റ് എവിടെയാണ് നഷ്ടപ്പെട്ടതെന്ന് അറിയാതെ എങ്ങനെ കണ്ടെത്തും? ഇനിയിപ്പോ എന്ത് ചെയ്യും വക്കീലെ? എന്ത് ചെയ്യാനാ? 2 മണിക്കൂറിനുള്ളിൽ ആ ഡോക്യുമെന്റ് കോടതിയിൽ ഹാജരാക്കാൻ സാധിച്ചില്ലെങ്കിൽ വിധി നമുക്ക് പ്രതികൂലമാവും. വിശാലിനെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കാനുള്ള ഉത്തരവുണ്ടാവും. സമയം പോകുന്നു വിശാൽ. ഒന്നുകിൽ എത്രയും പെട്ടെന്ന് ഡോക്യുമെന്റ് കോടതിയിൽ ഹാജരാക്കണം. അതല്ലെങ്കിൽ നിങ്ങൾ കോടതിയിൽ കീഴടങ്ങണം. എനിക്കതേ പറയാനുള്ളൂ. എന്റെ ചുമതല ഞാൻ കൃത്യമായി നിർവഹിച്ചു. വീഴ്ച വരുത്തിയത് നിങ്ങളാ. പാർവതി എന്തായി കാണിച്ചത്? ആ ഡോക്യുമെന്റ് അവൾ എവിടെയാ കൊണ്ട് കളഞ്ഞത്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.